സംസ്ഥാനത്ത് കൊടും ചൂടാണ്. ചൂട് തുടരുമെന്ന വാർത്ത വരുന്നു. ഇടുക്കി, വയനാട് ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 41 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനില. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, വലിയ ചൂടാണെന്ന് അറിയുന്നു. പാലക്കാട് സഹിക്കാൻ പറ്റാത്തത്ര ചൂടെന്നറിയുന്നു. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഏറ്റവും വലിയ പ്രശ്നം, ബുദ്ധിമുട്ടുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ 3 ദിവസമായി 40 ഡിഗ്രിക്ക് മുകളിലാണ് താപനില പാലക്കാട് ജില്ലയിൽ. ഇത് അത്യുഷ്ണം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിരാവിലെ മുതൽ തന്നെ കടുത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. രാത്രിയിലും സമാനമായ അവസ്ഥയാണ്. രാത്രിയിൽ ഒരു 6 മണിക്ക് ശേഷം പോലും 30 ഡിഗ്രിയിൽ ചൂട് ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെ രാത്രി ആളുകൾക്ക് കിടന്നുറങ്ങാൻ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. AC ഉണ്ടെങ്കിൽ മാത്രം ഉറങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് പാലക്കാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ രാവിലെ ഈ 11 മണിക്കും 3 മണിക്കും ഇടയിൽ പുറം ജോലികൾക്കൊന്നും പോകരുത് എന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ട്. എന്നാൽ അതൊന്നും പൂർണ്ണമായും പാലിക്കപ്പെടുന്നതൊന്നും നമുക്ക് കാണാനില്ല. ഇപ്പോഴും കൃഷിയിടങ്ങളിലും മറ്റും എല്ലാം തന്നെ ആളുകൾ ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പാലക്കാട് ജില്ലയിലെ ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളിലാണ് ഈ 40 ഡിഗ്രി മുതൽ 44 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം 44.7, ഈ പാലക്കാട് നഗരത്തിനടുത്തുള്ള എരുമയൂരിൽ 44.7 ആയിരുന്നു താപനില ഉണ്ടായിരുന്നത്. ഇന്നലെയും സമാനം. ഇന്നലെയും 40നും 42നും ഇടയിലാണ് പല സ്ഥലങ്ങളിലും ചൂട് ഉള്ളത്. പാലക്കാടിന് പുറമെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ചില സ്റ്റേഷനുകളിൽ 40 ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. താപനില അതായത് ഏപ്രിൽ 8 ഇന്നലെ രേഖപ്പെടുത്തിയത് ഇപ്രകാരം: പാലക്കാട് ജില്ലയിലെ മങ്കരയിൽ 43.8, കാഞ്ഞിരപ്പുഴയിൽ 43.5, മലമ്പുഴ ഡാമിൽ 42.4, പോത്തുണ്ടി ഡാമിൽ 42.2, കൊല്ലങ്കോട് 42.1, തെന്മല 41.7, വണ്ണാമ്പട 41.7, മീങ്കര 41.5, ചെറുതാഴം 41.3, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ 41 ഡിഗ്രി ഉണ്ട്. മംഗലം ഡാമിലും 41, പാണത്തൂര് 40.7, അഞ്ചൽ 40.7, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 40.7. ഇങ്ങനെയാണ് ഇപ്പോൾ താപനില കാണിച്ചിട്ടുള്ളത്. എന്തായാലും 30.8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ നിലവിൽ ഈ ബയാർ ഓട്ടോമാറ്റിക് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രാത്രികളിലെയും മറ്റും ചൂട് മാത്രമാണ്. പകല് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾക്ക് വെള്ളം ഓരോ 10 മിനിറ്റും 15 മിനിറ്റും ഇടയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇല്ലെങ്കിൽ വലിയ തോതിലുള്ള സൂര്യതാപം ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി തന്നെ തൊഴിൽ നിയന്ത്രണം ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, വലിയ ചൂട് തുടരുകയാണ് സംസ്ഥാനത്ത്. പാലക്കാട് വലിയ ചൂടുണ്ട്, ഇനിയും ചൂടേറുമെന്നാണ് റിപ്പോർട്ട്. വിനേഷ് കുമാറാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.